സമൂഹത്തിന് നല്ലൊരു മാതൃകയായി മാറിയിരിക്കുകയാണ് പോട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വാളണ്ടിയർമാർ. സാമൂഹിക സേവനത്തിന്റെ ഭാഗമായി പൊന്നാനി KSRTC ബസ് സ്റ്റാൻഡും അവിടെ സർവീസ് നടത്തുന്ന KSRTC ബസ്സുകളും ശുചീകരിച്ചാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധേയമായ സന്ദേശം സമൂഹത്തിന് നൽകിയത്. ശുചിത്വം വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ് പോട്ടൂർ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ്. പൊന്നാനി KSRTC ബസ് സ്റ്റാൻഡിലെത്തിയ വാളണ്ടിയർമാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റ് ചവറുകളും ശേഖരിച്ച് നീക്കം ചെയ്തു. അതോടൊപ്പം യാത്രക്കാർ ദിവസേന ഉപയോഗിക്കുന്ന KSRTC ബസ്സുകളുടെ ഉൾഭാഗവും സീറ്റുകളും ജനലുകളും വൃത്തിയാക്കുകയും ശുചീകരണ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്തു. പൊതുഗതാഗത സംവിധാനങ്ങൾ ശുചിയായി സൂക്ഷിക്കേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയാതിരിക്കണമെന്നുമുള്ള ശക്തമായ സന്ദേശമാണ് ഈ പരിപാടിയിലൂടെ വിദ്യാർത്ഥികൾ സമൂഹത്തിന് നൽകിയത്. പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ AV സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സാമൂഹിക പ്രതിബദ്ധതയും സേവന മനോഭാവവും വിദ്യാർത്ഥികളിൽ വളർത്തിയെടുക്കാൻ ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ പ്രയോജനകരമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സ്കൂൾ മാനേജർ N മൊയ്തുണ്ണി, സെക്രട്ടറി ഹസൻ മൗലവി, വൈസ് പ്രിൻസിപ്പൽ അബ്ദുൽ അസീസ് എന്നിവർ വിദ്യാർത്ഥികളെ അഭിനന്ദിക്കുകയും ആശംസകൾ അറിയിക്കുകയും ചെയ്തു. സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർമാരായ അബ്ബാസ്, സുബൈദ P പാറക്കാട് എന്നിവരുടെ നേതൃത്വത്തിലാണ് വാളണ്ടിയർമാർ ആവേശപൂർവ്വം ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത്. ശുചിത്വം സമൂഹത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന ബോധവൽക്കരണ സന്ദേശം ഉയർത്തിപ്പിടിച്ച ഈ പരിപാടിക്ക് KSRTC ജീവനക്കാരും ബസ് സ്റ്റാൻഡിലെ പൊതുജനങ്ങളും യാത്രക്കാരും അഭിനന്ദനം രേഖപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സമൂഹത്തിന് മികച്ച മാതൃകയാണ്. പൊതുസ്ഥലങ്ങൾ വൃത്തിയായി സൂക്ഷിക്കാനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താനും ഇത്തരം സേവന പ്രവർത്തനങ്ങൾ വലിയ പങ്കുവഹിക്കുന്നു. ശുചിത്വമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കണമെങ്കിൽ ഓരോരുത്തരും സ്വന്തം ഉത്തരവാദിത്തം തിരിച്ചറിയുകയും പൊതുസ്ഥലങ്ങൾ സംരക്ഷിക്കുകയും വേണമെന്ന ശക്തമായ സന്ദേശമാണ് ഈ NSS പ്രവർത്തനം മുന്നോട്ട് വയ്ക്കുന്നത്.